ഡോക്ടർ ഗൗരി, പെത്തോളജിസ്റ്റ്, ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ്. നമ്മളെല്ലാവരും പേടിക്കണ ഒരു അസുഖം എന്താ? എനിക്ക് ഉറപ്പാണ് നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു അസുഖം, ഞാനടക്കം പേടിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ അല്ലെങ്കിൽ അർബുദം. എങ്ങനെ കണ്ടുപിടിക്കാം? ആധികാരികമായി ബ്ലഡിലെ ക്യാൻസറുകൾ കണ്ടുപിടിക്കാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ബാക്കിയെല്ലാം ആധികാരികമായിട്ട് നമുക്ക് ഉത്തരം പറയണമെങ്കിൽ ആ ഏത് ഭാഗമാണോ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ആ അവിടുത്തെ കോശങ്ങളെടുത്ത് പരിശോധിക്കുകയും ബയോപ്സി എന്നുള്ള പ്രക്രിയയിലൂടെ അത് ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ബ്ലഡ് ടെസ്റ്റിന് എങ്ങനെയെങ്കിലും അറിയാൻ പറ്റുമോ? ഇപ്പോൾ വയറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും? പലരും പറയണ കേട്ടിട്ടുണ്ട്, അഡ്വാൻസ്ഡായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന്. അറിയാൻ പറ്റും, തീർച്ചയായിട്ടും അറിയാൻ പറ്റും. നോർമലി സ്ത്രീകൾക്ക് കുറച്ചൊക്കെ വിളർച്ച അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാസക്കുളി ഉണ്ടാവും. മാസക്കുളി നിന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനീമിയ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാനേ പാടില്ല. 12 ഗ്രാമിൽ കുറയാൻ പാടില്ല എന്നാണ് പറയുക. നമ്മൾ ഇന്ത്യനൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും 10 ഗ്രാമിൽ കുറയാൻ പാടില്ല. 10 ഗ്രാമിൽ ഹീമോഗ്ലോബിൻ കുറയുകയാണെങ്കിൽ ആ CBC എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് അറിയും. അതിൻ്റെ കൂടെ വേറെ 2-3 ടെസ്റ്റുകൾ അറിയാൻ പറ്റും. പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് അറിയാൻ പറ്റും. അതേമാതിരി തന്നെ MCV, MCH ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു വിധത്തിൽ അറിയാൻ പറ്റും എന്ത് അനീമിയാണ്, അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക്, പേരൊക്കെ വലുതാണ്, അങ്ങനെ ഒരു അനീമിയ ആണെന്നുണ്ടെങ്കിൽ ഒരു ആണുങ്ങൾക്കോ മാസക്കുളി നിന്ന സ്ത്രീകൾക്ക്, അത് പറഞ്ഞാൽ 55 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കോ ഉണ്ടാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവർ വയറ്റിലെ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ എന്നീ കാര്യങ്ങൾ ഇല്ല എന്ന് മറ്റ് പരിശോധനകൾ ചെയ്ത് ഉറപ്പാക്കണം. കാരണം ഈ ക്യാൻസറുകളെല്ലാം ആദ്യം കാണുക അനീമിയ ആയിട്ടാണ്. ചെറിയൊരു വയറുവേദന വരുമ്പോൾ നമ്മൾ പലപ്പോഴും തീരുമാനിക്കും ഗ്യാസാണെന്ന്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇല്ല എന്ന് ഉറപ്പാക്കണം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് സർജറി ചെയ്തും മറ്റു ചെയ്തിട്ട് നമുക്ക് 100% രോഗത്തിൽ നിന്നും മുക്തി നേടാൻ പറ്റും. അതുമാതിരിയാണ് ആണുങ്ങൾക്ക്, ഒരു 55 വയസ്സിന് ശേഷമുള്ള ഒരു ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ഉണ്ടോ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ആവാമോ എന്നറിയാൻ 100% ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. അത് പ്രോസ്റ്റേറ്റ് ബയോപ്സി ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ അത് ആവാം എന്ന് തോന്നുകയാണെങ്കിൽ PSA എന്നുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി. PSA നോർമലി 4 ആണ് അതിൻ്റെ നോർമൽ വാല്യൂ. 4 കൂടുതൽ ഒരു 50, 75, 100 കിട്ടുകയാണെങ്കിൽ എന്തായാലും പ്രോസ്റ്റേറ്റ് ബയോപ്സി ചെയ്തിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ല എന്ന് ഉറപ്പാക്കണം. ആണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് സുഖമായിട്ട് ജീവിക്കാം. ഇതുമാതിരിയാണ് ഒരു ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന. ഒരു പ്രായമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നടുവേദന വരും. നമ്മളെല്ലാവരും തീരുമാനിക്കും നമ്മൾ ജോലി ചെയ്തിട്ടാണ്, ജോലി അധികം കൂടുതൽ ചെയ്തിട്ടാണ്, അങ്ങനെ കുറേ ഒരു എക്സ്പ്ലനേഷൻ കിട്ടും. കുറച്ച് നടുവേദന സാധാരണ മരുന്നുകൾ കഴിച്ച് മാറണില്ല എങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ ബോണിലെ ക്യാൻസർ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. അതിന് സീറം ഇലക്ട്രോഫോറസിസ് എന്നുള്ളൊരു ടെസ്റ്റാണ് ചെയ്യേണ്ടി വരിക. അത് ഒരു 4 തുള്ളി ബ്ലഡിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 100% രോഗവിമുക്തിയുണ്ട്. ഇതുമാതിരി കുറേ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലൂ കിട്ടും. പക്ഷേ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കിട്ടണം. ബാക്കിയെല്ലാം നോൺ ക്യാൻസർ അല്ലാത്ത കണ്ടീഷനുകളിലും ഉണ്ടാവാം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുകയോ അതിനെപ്പറ്റി പറഞ്ഞ് നിങ്ങളിൽ ജനങ്ങളിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. ആകെ ഒരു കാര്യമേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് വയ്യ എന്ന് തോന്നുകയാണെങ്കിൽ അടുത്തുള്ളൊരു ഡോക്ടറെ കാണുകയും ആ ഡോക്ടർ പറഞ്ഞ ടെസ്റ്റുകൾ ഒരു നല്ല ലാബിൽ പോയിട്ട് ആധികാരികമായി പറയാൻ ഉള്ള ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ നമുക്ക് ഒരു ഹാപ്പി ലൈഫായിട്ട് പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന്. നന്ദി, നമസ്കാരം.